ഹലോ ഗൈസ്, ഞാനാണൊരു പുതിയൊരു യൂട്യൂബർ പവർ ഗെയിമർ. അപ്പോൾ ഞാൻ എന്ത് വേണമെങ്കിലും കളിക്കുന്നല്ല, പവറായിട്ട് തന്നെ കളിക്കും. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഫ്രീ ഫയർ കളിക്കാൻ വേണ്ടിയിട്ടാണ്. ഫസ്റ്റ് തന്നെ BR സ്റ്റാർട്ട് ചെയ്ത് എല്ലാം ആണ്. ഞങ്ങളുടെ ഇപ്പോൾ ഉള്ളത് പോക്കിമോൻ, MR സോക്കോ, നിഞ്ച, ജിറ ഇവരൊക്കെ ഞങ്ങളുടെ ഇവരാണ് കേട്ടോ, ടീംസാണ്. പിന്നെ ഞാനും ആണ് ഉള്ളത്. ഞങ്ങൾ തന്നെ നേരെ തന്നെ പീക്കി പോയി ഇറങ്ങിയിട്ടോ. പീക്കി പോയി ഇറങ്ങിയപ്പോഴാണ് ഞാൻ ആ ഷെഡിൻ്റെ ഉള്ളിൽ ഒരു എനിമിനെ കാണുന്നത്. അപ്പോൾ ഞാൻ ഒന്ന് കൊല്ലാമെന്ന് വിചാരിച്ചിട്ട് അവിടെ ഗ്ലൂ ആയിട്ട് അവനെ കൊല്ലാൻ വേണ്ടി പോവായിരുന്നു. അവനെ കൊല്ലാൻ വേണ്ടി പോയപ്പോൾ അവൻ അവിടുന്ന് ബാക്കിൽ നിന്ന് ഒരു എനിമിനെ അടിച്ചിട്ട് നേരെ കാറെടുത്ത് പോയി. എന്നെ ലോങ് ചെയ്ത് ആരൊക്കെയോ കുത്തിപ്പിടിച്ച്. അപ്പോഴാണ് മറ്റേ റിവൈവുള്ള ഫ്രീ റിവൈവാണ് അങ്ങനെ പറയുള്ളൂ. അപ്പോൾ ഞങ്ങളുടെ ടീമേറ്റ് റിവൈവ് ചെയ്യുമ്പോഴത്തേനും ഇവിടെ ഒരാൾ ഒളിച്ചിരുന്ന് കളിക്കണം. അപ്പോൾ ഞങ്ങളുടെ ടൈം നിഞ്ച ജിറായി രണ്ടുപേരെ പൊക്കിയിട്ട് ഞാനും ജിറയുടെ കളി കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. റിവൈവ് ആവുമല്ലോ, അപ്പോൾ ആ കളിയും കണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഗൈസ് നമ്മളെ അപ്പോൾ റിവൈവ് ആയിട്ടുണ്ട്. നമ്മൾ വീണ്ടും പോയി നമ്മുടെ ടീം റിവൈവ് ആയിരുന്നു നമ്മൾക്ക് ഇതായത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ആ ലൂട്ട് ഞാൻ ചത്തോടത്ത് ലൂട്ട് ചെല്ലാമെന്ന് വിചാരിച്ചു. അവിടെ വല്ല തോക്കുണ്ടാന്ന് വിചാരിച്ചു, പക്ഷെ തോക്കൊന്നും ഉണ്ടായില്ല. അപ്പോൾ ഞാൻ പീക്കിൻ്റെ ഉള്ളിൽ കടന്ന് തോക്കൊക്കെ എടുത്ത് ഈ ലൂട്ടെല്ലാം പറക്കിയപ്പോൾ ഉണ്ടൊന്നും കാണുന്നില്ല. അപ്പോൾ നല്ലൊരു ഇതെടുത്ത് അറിയാണ്ടൊക്കെ കൈ തെറ്റിയൊക്കെ നമ്മൾ ക്യാരക്ടർ സ്കില്ലൊക്കെ ഇട്ടുണ്ടോണം എന്താണല്ലേ. അപ്പോൾ നല്ല തോക്കുകളൊക്കെ എടുത്ത് ഇതൊക്കെ എടുത്ത് നമ്മളിതാ ഇവിടെ നിന്ന് പോവാണ്. അപ്പോൾ നമ്മളിതേ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇവിടെ 2 പേരുള്ള കാര്യം നമ്മൾ അറിയണത്. അപ്പോൾ 2 പേരുള്ളപ്പോൾ ഒരുത്തനെ നോക്കിയിട്ട് ഞങ്ങളുടെ നിഞ്ച ജിറ അവനെ അടിച്ചിട്ട്. അപ്പോൾ 2 ഉണ്ടായി, ഒരുത്തനെ കാണുന്നില്ല. ഞങ്ങളിവിടെ കുറേ തപ്പി കാണുന്നില്ല ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഈ വീഡിയോ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യണേ. ഒരു പുതിയ യൂട്യൂബറായ എൻ്റെയാണ് ആകെയുള്ളത് 40 സബ്സ്ക്രൈബേഴ്സാണ്, അതും കൂട്ടി തരണേ. ഞാൻ ഈ വീടിൻ്റെ ഉള്ളിൽ കിടന്നപ്പോൾ എനിക്ക് വുഡ് പക്കർ കിട്ടിയത് ഞാൻ കുറച്ചൊക്കെ വൺ ടാപ്പ് ചെയ്യാമെന്ന് വിചാരിച്ച് നേരെ അതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ നമ്മുടെ ടീമേറ്റ് പറഞ്ഞ് ഇതേടാ UMP ഉണ്ടെന്ന്. നമ്മൾ ആ UMPയും ഇതും എടുത്ത് കളിക്കാൻ വേണ്ടി ഞങ്ങൾ ഇവിടുന്ന് നേരെ മറ്റേ ബാർബർ ഷോപ്പില്ലേ, ഒരു ബാർബർ ഇതായിട്ടുള്ള അവിടേക്ക് എത്തി. അത് കഴിഞ്ഞപ്പോഴാണ് ഇവിടെ ഒരു എനിമി ലൂട്ടടിക്കുന്നു. എന്നുവെച്ചാൽ ലൂട്ട് ബോക്സ് ഇതാക്കണ്. ഞങ്ങൾ എന്ത് ചെയ്ത് റഷ് ചെയ്ത് കയറാൻ വിചാരിച്ച്. ഞാൻ എന്ത് ചെയ്ത് ഓട്ടോറോസ് എടുത്ത് നേരെ അങ്ങോട്ട് പറപ്പിച്ചു, ഒറ്റ മില്ല് പറപ്പിച്ച. അപ്പോൾ ഞങ്ങൾ ടീമേറ്റ് ഇത് എമർജൻസൊക്കെ നോക്കായി ചത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നല്ലോണം സ്കോഡ് ഉണ്ടായി, എല്ലായിടത്തും ഇവിടെ 4 സ്കോഡ് ഉണ്ടായി, ഒളിച്ചു കളിക്കായിരുന്നു. അപ്പോൾ തന്നെ റിവൈവ് ചെയ്ത് നിഞ്ച ജിറായി. അപ്പോൾ ഞാൻ നേരെ പോയി അവിടെ ഇറങ്ങി നേരെ ഈ ലൂട്ടടിക്കാൻ വേണ്ടിയിട്ട് നേരെ ഇങ്ങോട്ട് വന്ന് ലൂട്ടടിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഒരു എനിമി പോക്കിമോൻ നോക്കായി കിടന്ന് ചത്തല്ലോ. അപ്പോൾ റിവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് ജിറായിനോട് പൈസ ചോദിക്കുമായിരുന്നു. അപ്പോൾ റിവൈവ് ചെയ്യാൻ പൈസ ഇല്ലയെന്ന് പറഞ്ഞപ്പോൾ ഞാൻ 300 രൂപയ്ക്കെങ്കിലും റിവൈവ് ചെയ്യാൻ പറ്റാൻ വേണ്ടിയിട്ട് മെഷീൻ്റെ അടുത്തേക്ക് പോയി, പക്ഷെ പറ്റൂലായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ച് അപ്പോഴാണ് നമ്മുടെ മിസ്റ്റർ ജിറായി റിവൈവ് ചെയ്ത് വിട്ടത്. അപ്പോൾ ഞാൻ അടുത്ത് നോക്കുമ്പോഴാണ് മാപ്പിൽ നോക്കുമ്പോൾ അടുത്ത ലൂട്ട് ഇതാക്കണം. അപ്പോൾ MR സോക്കോ വീണ്ടും ചത്തത് എന്താ അല്ലേ. അപ്പോഴാണ് ഒരുത്തൻ ഇവിടെ റിവൈവ് ചെയ്യുന്നത്. ഞാൻ റിവൈവ് ചെയ്ത് ചാടിപ്പോയി അടിക്കാമെന്ന് വിചാരിച്ച് നല്ല ഡാം കൊടുത്ത് നേരെ ഗ്ലൂ ആയിട്ട് റഷ് ചെയ്യാമെന്ന് വിചാരിച്ച്. പക്ഷേ അവൻ്റെ MP40 ആയിരുന്നു, അങ്ങോട്ട് അവൻ തലക്കടിച്ചിട്ട്. എന്നിട്ട് ഞാൻ ചത്തപ്പോൾ എന്നെ ജിറായി എന്നെ റിവൈവ് ചെയ്ത് സർവൈവൽ റിവൈവ് ചെയ്ത്. അങ്ങനെ ഞാൻ ചത്തോടെ തന്നെ വീണ്ടും അവിടെ ഇറങ്ങി. അവിടെ നോക്കിയപ്പോൾ വീണ്ടും ഇവർ ലൂട്ടടിക്കണ്. അപ്പോൾ പിന്നെ ഞാൻ പോകാണ്ടെന്ന് വിചാരിച്ചു, മറ്റവന്മാരാണെങ്കിലോ. അപ്പോൾ ലാസ്റ്റ് സോണ് വരുന്നുണ്ടായി. അപ്പോൾ നമ്മുടെ ടീമേറ്റിനെ നമുക്ക് ഇതാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ മിഷീൻ്റെ ഒരു കേട്ടുണ്ട്, ഈ മറ്റേ എനിക്കൊരു പേര് അറിഞ്ഞൂടാ, ഇത് വെച്ചിട്ട് എനിമീൻ്റെ ഇതൊക്കെയായിരുന്നു. അപ്പോഴായിരുന്നു ലോങ്ങിൽ നിന്ന് ആ വീട്ടിൽ നിന്ന് അടിക്കുന്നത് ഒരുത്തൻ. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്ത് റഷ് ചെയ്ത് കയറാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ റഷ് ചെയ്ത് കയറി അവിടെ എത്തി. ആ വീടിൻ്റെ അവിടെ എത്തിയപ്പോഴും അവനെ കാണില്ല. അപ്പോഴാണ് ഗൈസ് ആരും അങ്ങാണ്ട് ഈ ലൂട്ട് ബോക്സിൽ നമ്മുടെ ഇതിട്ടത്
ലാൻഡ് ചെയ്തിട്ടത് അതിൻ്റെ ഇടയ്ക്ക് എന്നെ റിവൈവ് ചെയ്തപ്പോൾ ബാക്കിൽ നിന്ന് ഒരുത്തൻ അടിച്ച്. അപ്പോൾ എന്നെ റിവൈവ് ചെയ്ത് ഞാൻ ഒറ്റ ഓട്ടം അങ്ങോട്ട് ഓടി, ചാവാൻ കണക്കായിരുന്നു. അത് കഴിഞ്ഞിട്ട് ആ എനിമീനെ നോക്കിയിട്ടുണ്ട് എവിടെയാണെങ്കിലും അവനെ ഇടിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ നിൽക്കുമ്പോൾ അവൻ അവിടുത്തെ ലോഞ്ച് പാഡിൻ്റെ അവിടെ അവൻ പുറത്ത് കയറുമ്പോൾ അടിക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ അവൻ അവിടെ ഇറങ്ങിപ്പോയി. അപ്പോൾ ഞാൻ ഈ വീടിൻ്റെ ഉള്ളിൽ കയറിയപ്പോഴാണ് ഒരുത്തൻ അവിടെ ഇറങ്ങിയത്. അത് നമ്മുടെ പൊക്കിമോനെ കൊന്നിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ എന്ത് ചെയ്ത് റഷ് ചെയ്ത് കയറാമെന്ന് വിചാരിച്ച് ലോഞ്ച് പാഡ് വെച്ച്. പക്ഷെ അവിടുത്തെ എനിമിയൊക്കെ നേരത്തെ പോയിട്ടുണ്ടായി. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് ലോഞ്ച് പാഡിൽ കയറി നേരെ അങ്ങോട്ട് പറന്ന് പോയത് നല്ലൊരു സ്ഥലമായിരുന്നു. ഫുൾ സ്ക്വാഡ് ഉണ്ടായി അവിടെ. ഞാൻ പെട്ടുപോയി. ഞാൻ എന്നിട്ട് ഒളിച്ച് നിന്നിട്ട് അവന്മാർ അടിക്കാമെന്ന് വിചാരിച്ച് കുറേ അടിച്ചൊക്കെ ചെയ്തത് നോക്കാവാത്ത. അപ്പോൾ ആയിരുന്നു ബാക്കിൽ നിന്ന് അങ്ങാണ്ട് തോന്നുന്നു ലോങ്ങിൽ നിന്ന് ഒരുത്തൻ നല്ലൊരു അടി അങ്ങോട്ട് എനിക്ക് തന്നു ഗൈസ്. സൈഡിൽ നിന്നൊരു നല്ലൊരു അടിയാണ്. ഞാൻ കണ്ടത് പോലുമല്ല. നമ്മുടെ ടീമേറ്റ് പിന്നെ 10 പേരുണ്ടായുള്ളൂ. 10 പേരെയും നമ്മുടെ ടീമേറ്റ് അടിച്ചിട്ട് ഇപ്പോൾ 6 പേരുണ്ട്. 6 പേരെ അടിച്ചിട്ട് ഞങ്ങൾ ബോയ് അടിച്ചു ഗൈസ്.